ദശകം 30 വാമനാവതാരം. ശക്രേണ സംയതിഹതോ ബിബലർമഹാത്മാ ശുക്രേണ ജീവിതതനോ ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഗാദഭീതഃ. മഹാനായ മഹാബലി യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ടവനെങ്കിലും ശുക്രാചാര്യനാൽ മൃതസഞ്ജീവനി വിദ്യയാൽ ജീവിപ്പിക്കപ്പെട്ടവനായിട്ട് വിശ്വജിത്ത് എന്ന യാഗം നിമിത്തം ശക്തി വർദ്ധിച്ചവനും പരാക്രമിയുമായി അങ്ങയുടെ ചക്രായുധത്തിൽ നിന്നുപോലും ഭയമില്ലാത്തവനായി തീർന്ന് ഭയപ്പെട്ട് ഓടിയൊളിച്ച ദേവന്മാരോടുകൂടിയ 3 ലോകങ്ങളെയും സ്വന്തം അധീനത്തിലാക്കി. പുത്രാർത്തിദർശനവശാദതിർവിഷന്ന തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാക്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. പുത്രനായ ഇന്ദ്രൻ്റെ ദുഃഖം കണ്ടിട്ട് വിഷണ്ണയായി തീർന്ന അദിതി ദേവി തൻ്റെ ഭർത്താവായ കശ്യപനെ ശരണം പ്രാപിച്ചവളായി അദ്ദേഹത്താൽ ഉപദേശിക്കപ്പെട്ടവതും അങ്ങയുടെ ആരാധനാവിധിയുമായ പയോവ്രതമെന്ന ഭഗവതാരാധനം അങ്ങയിൽ നിറഞ്ഞ ഭക്തിയോടുകൂടിയവളായി 12 ദിവസം ആചരിച്ചു. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസീഃ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസീഃ. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാനത്തിൽ അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയവളായ അദിതി ദേവിയുടെ മുന്നിൽ ശ്യാമളവർണ്ണനും 4 ഭുജങ്ങളോടുകൂടിയ ശരീരമുള്ളവനുമായ അങ്ങ് തന്നെത്താൻ ആവിർഭവിച്ചു. അങ്ങയെ വണങ്ങി നിൽക്കുന്നവരോട് ഇപ്പോൾ ഞാൻ ഭവതിയുടെ പുത്രനായി ജനിക്കാം, എന്നെ ഇപ്പോൾ കണ്ടതായി കാര്യം രഹസ്യമായിരിക്കുമെന്ന് പറഞ്ഞ് തിരോധാനം ചെയ്തു. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. പിന്നെ കശ്യപൻ്റെ തപശക്തി കൊണ്ടുണ്ടായ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവനായി അങ്ങ് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ആ അതിഥിയാകട്ടെ മഹാവിഷ്ണുവിൻ്റെ ദിവ്യമായ സ്വരൂപം സ്പഷ്ടമായിരുന്ന അങ്ങയെ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ പ്രസവിക്കുകയും ചെയ്തു. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാഃ. സന്തോഷപരവശവും വാദ്യഘോഷം മുഴക്കുന്നതുമായ ദേവസമൂഹം ആ പുണ്യാശ്രമത്തെ പുഷ്പജാലങ്ങൾ കൊണ്ട് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരാൽ കൈകൂപ്പിക്കൊണ്ട് ജയ ജയ എന്നു പറഞ്ഞുകൊണ്ടിരിക്കെ ക്ഷണനേരം കൊണ്ടങ്ങ് അത്യന്തം സമർത്ഥനായ ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തെ ധരിച്ചു. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനഃ ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. അപ്പോൾ തന്നെ കശ്യപ പ്രജാപതി തുടങ്ങിയ മഹർഷിമാരാൽ ഉപനയനം നടത്തിയവനായിട്ട് മേഖല, പലാശദണ്ഡം, മാൻതോൽ, അക്ഷമാല എന്നിവയാൽ സൽക്കരിക്കപ്പെട്ടവനും അത്യന്തം പ്രകാശിക്കുന്ന ശരീരത്തോടുകൂടിയവനുമായ അങ്ങ് സമിധാദാനം എന്ന അഗ്നികാര്യം ചെയ്തവനായിട്ട് അശ്വമേധയാഗം നടന്നുകൊണ്ടിരുന്ന മഹാബലിയുടെ രാജധാനിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഗാത്രേണ ഭാവി മഹിമോജിത ഗൗരവം പ്രാക് വ്യാവൃണ്വതേവ ധരണീം ചലയന്നയാസീഃ ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ
ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ശത്രുക്കളുടെ ശൗര്യത്തെ തടഞ്ഞു നിർത്തുവാനെന്ന വണ്ണം കുടധരിച്ചുകൊണ്ടും അസുരജനങ്ങളിൽ പ്രയോഗിപ്പാനെന്നു തോന്നുമാറ് ദണ്ഡത്തെ എടുത്തുകൊണ്ടും വരാനിരിക്കുന്ന വലിപ്പത്തിന് യോജിച്ച ഭാരത്തെ മുൻകൂട്ടി തന്നെ പ്രകാശിക്കുന്നുവോ എന്ന് തോന്നുമാറുള്ള ശരീരം കൊണ്ട് ഭൂമിയെ ഇളക്കിക്കൊണ്ടും അങ്ങ് യാത്രയായി. താം നർമ്മദോത്തരതടേഹയമേധശാലാം ആസേദുഷീതുരുജാതവരുദ്ധനേത്രൈഃ ഭാസ്വാൻ കിമേഷ ദഹനോനുസനർകുമാരോ യോഗീനുകോയമിതി ശുക്രമുഖേശങ്കേ. അങ്ങ് നർമ്മദാ നദിയുടെ വടക്കേ കരയിലുള്ള ആ അശ്വമേധം നടക്കുന്ന യാഗശാലയെ പ്രാപിച്ചവനായിരിക്കെ അങ്ങയുടെ തേജസ്സുകൊണ്ട് കണ്ണുകൾ മങ്ങിപ്പോയ ശുക്രാചാര്യർ മുതലായവരാൽ ഇത് സൂര്യനാണോ, അഗ്നിഭഗവാനാണോ, സനൽകുമാരനാണോ, ഇത് ആരായിരിക്കാം എന്നിങ്ങനെ ശങ്കിക്കപ്പെട്ടു. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപ്പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുകൃതീ പരിഷിച്യ പാദൗ തത്വോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. പുണ്യവാനായ മഹാബലി തേജസ് കൊണ്ട് പരവശരാക്കപ്പെട്ട ശുക്രാചാര്യർ മുതലായവരാൽ വേഗത്തിൽ സ്വീകരിച്ചു ആനയിക്കപ്പെട്ടവനും സുന്ദരരൂപനുമായ അങ്ങയെ രോമാഞ്ചം കൊണ്ടു മൂടിയ ശരീരത്തോടു കൂടിയവനായി ഭക്തി പുരസരം സമീപിച്ചിട്ട് കാലുകൾ കഴുകിച്ച് തീർത്ഥങ്ങളെ പോലും പാവനമാക്കി തീർക്കുന്ന ആ പാദതീർത്ഥം തൻ്റെ ശിരസിൽ ആദരവോടെ ധരിച്ചു. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാല്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാഃ. അങ്ങയുടെ യാതൊരു പാദതീർത്ഥം പരമശിവന്റെ ശിരസ്സുകൊണ്ട് ധരിക്കുവാൻ യോഗ്യമായിരിക്കുന്നുവോ ആ പാദതീർത്ഥത്തെ അസുരവംശജനായ മഹാബലിക്ക് പോലും പ്രഹ്ലാദന്റെ കുലത്തിൽ ജനിച്ചവനാകയാലോ യാഗങ്ങൾ ചെയ്ത പുണ്യത്താലോ ബ്രാഹ്മണരിലുള്ള ഭക്തിവിശ്വാസത്താലോ ലഭിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരത്തിലുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.